ഒരു സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് പാലായിലേക്ക് ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഇത് ഞങ്ങളുടെ 2ാം പ്രാവശ്യത്തെ വരവാണ്. ഒരുമിച്ച് ഷട്ടിൽ കളിക്കുന്ന വൈദികരോടൊപ്പമാണ് അന്നത്തെ ദിവസത്തെ കളി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ഒരു വലിയ ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. പ്രധാന ഉദ്ദേശം സീ ഫുഡ് ഒന്ന് പരീക്ഷിക്കണം, അതിന്റെ വെറൈറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നേരിട്ട് അറിയണം. ആ ഒരു ഉദ്ദേശത്തോടുകൂടി വലിയ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഹോട്ടലിന്റെ താഴ്വാരത്തിലുള്ള ഈ ഒരു ഭാഗത്തു തന്നെയാണ് സീ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞ പാലായിലുള്ള സെന്റോസ് പ്രസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ സമുച്ചയം നിലകൊള്ളുന്നത്. 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ വല്ലപ്പോഴും സാധാരണക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫെസ്റ്റുകളൊക്കെ അവർ നടത്താറുണ്ട്. ഏറ്റവും ആദ്യം ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് സീ ഫുഡും വളരെ നല്ലതായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നത്. ഫിഷുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വെറൈറ്റികളായിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ ഞങ്ങൾക്കായി സെർവ് ചെയ്യുവാൻ നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും കൃത്യമായിട്ടുള്ള വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ബുഫേ സിസ്റ്റമാണ് ഇവിടെ പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്നത്. ഏത് വിഭവമാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടംപോലെ എടുത്ത് കഴിക്കുവാൻ സാധിക്കും. അത്രമാത്രം വിഭവങ്ങൾ, അത് എണ്ണയിൽ വറുത്തതും കറി വെച്ചതും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ വ്യത്യസ്ത ഇനത്തിൽ, എല്ലാം മീനുമായി ബന്ധപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വെറൈറ്റി മുഴുവനും എന്താണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ ഒരു ഡിഷ് ആവോളം ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അൺലിമിറ്റഡ് ഫുഡാണ്. 699 രൂപയാണ് ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത്. കൂപ്പൺ എടുത്ത് വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. ഇതിന്റെ മുതലാളിയുമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വൈദികനുള്ള വലിയൊരു ബന്ധം തീർച്ചയായിട്ടും ഞങ്ങളെ ഏറെ സഹായിക്കുകയുണ്ടായി. ആ വ്യക്തിയെയും ഞങ്ങളിപ്പോൾ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. സാധാരണക്കാർക്ക് ഇത്ര വലിയ ഹോട്ടലിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വല്ലപ്പോഴും ഇവർ ഒരുക്കുന്ന വലിയൊരു അവസരമാണ് ഈ ഒരു സീ ഫുഡ് എന്ന് പറയുന്നത്. സീ ഫുഡിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ ഫിഷുകളും, ഫിഷ് കറികളും, ഫിഷ് വെറൈറ്റികളും നമുക്ക് പിടിക്കണമെന്നില്ല. നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ അത് ശരിയായ രീതിയിൽ ഉചിതമാകണമെന്നില്ല. എങ്കിലും നല്ല രീതിയിൽ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സീ ഫുഡുകള്, ഫെസ്റ്റുകള് ഒക്കെ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു അനുഭവം ഇത് സമ്മാനിച്ചിരിക്കുകയാണ്. ഇത്രയധികം വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള സീ ഫുഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയതും ഈ ഒരു ഫെസ്റ്റിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ്. ലൈവായിട്ട് നൽകുന്നവയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അവസാനം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. ഇവിടെ ഡെസേർട്ട് എന്നുള്ള വിഭാഗമാണ് നൽകുന്നത്. സാധാരണ നാട്ടിൻപുറങ്ങളിലുള്ള ചായക്കട പോലെയുള്ള ഒരു പ്രതീതി ഇവിടെ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പഴക്കൊലകൾ പോലും തൂക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീയും കട്ടൻ കാപ്പിയും ഒക്കെ ലാസ്റ്റ് ഡിസേർട്ട് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മറക്കരുത്, സീ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ 699 രൂപയ്ക്ക് നമുക്ക് ഈ ഫുഡുകൾ മുഴുവനും ആസ്വദിക്കുവാൻ സാധിക്കും.